ദാസനായപ്പോൾ നമ്മൾ ആരായി മാറി? ദൈവത്തിന്റെ ദാസനായി മാറി. അതാ പഠനം. സ്തോത്രം, സ്തോത്രം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ എപ്പിസോഡാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവമക്കളെ, സ്തോത്രം. പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് രക്ഷിക്കപ്പെട്ടത് കൊണ്ടല്ല, സ്നാനപ്പെട്ടത് കൊണ്ടല്ല, പരിശുദ്ധാംശം പ്രാപിച്ചത് കൊണ്ടല്ല, ഒരു ദൈവവചനമായി തീർന്നത് കൊണ്ടല്ല. ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകുക. നീതിയുടെ ദാസനാകുമ്പോഴാണ് ദൈവത്തിന്റെ ദാസനാകുന്നത്, ദൈവത്തിന്റെ ദാസിയാകുന്നത്. വലിയ കൺഫ്യൂഷനുള്ള ഒരു വിഷയമാണ്. പലർക്കും സംശയകരമായ നിലയിൽ പലരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. നമ്മളൊക്കെ ദൈവദാസന്മാരും ദൈവദാസിമാരുമാണ്. പക്ഷേ അത് വചനത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. ആദാമ്യ പാപത്തിന്റെ ദാസന്മാരായി. ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപികളായിരുന്നു. ആ പാപികളായിരുന്ന നമ്മളെ ക്രിസ്തുവിന്റെ ഉപദേശം പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ചു. ഈ റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 17 വായിച്ചേ. 16-17 വായിച്ചേ. ഈ ഒരു പഠനം വളരെ മനോഹരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണേ. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അടുത്ത് അവരോട് മതി. അപ്പൊ നിങ്ങളെ ഉപദേശം പഠിപ്പിച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? അല്ലല്ല, പഠിച്ചു. ഉപദേശം പഠിപ്പിച്ചു. അപ്പൊ ഉപദേശം പഠിപ്പിക്കുന്നില്ലെങ്കിലോ? നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു, ഉചിതമായ മറുപടി പറഞ്ഞു. ഉപദേശം പഠിപ്പിക്കുന്നില്ലെങ്കിലോ? ചുമ്മാ പാട്ടും പാടിക്കൊണ്ടിരുന്നാലോ? വലിയ കുഴപ്പമായിട്ടോ, വലിയ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ. നമ്മൾ പാട്ടും പാടി ഇങ്ങനെ തന്തോടിച്ച് ഒരു സങ്കീർത്തന ശീലമൊക്കെ വായിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരുന്നാലോ? പുതിയ നിയമസഭയുടെ ഉപദേശം പഠിപ്പിച്ചില്ലെങ്കിലോ? ക്രിസ്തുവിന്റെ ഉപദേശം പഠിക്കുന്നില്ലെങ്കിലോ? പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടാതെ ഇപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കും. വിശ്വാസി എന്തുകൊണ്ട് പാപം ചെയ്യുന്നു എന്നുള്ളൊരു മറുപടിയാ. എൻ്റെ അഭിപ്രായം ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പൗലൂസാ പ്രസംഗിക്കുന്നത്. ഞാനൊരു ദൂതുവാഹിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ച്, ബാക്കി നമുക്ക് ഒരുമിച്ച് പറയാം. ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. അപ്പോൾ ദൈവത്തിന്റെ ദാസനായി. അപ്പൊ ദൈവത്തിന്റെ ദാസിയായി. ഈ ക്രിയ നടക്കുന്നില്ലെങ്കിൽ ദൈവദാസനുമല്ല ദൈവദാസിയുമല്ല. എന്നോട് ആരും പണങ്ങരുത്, വചനമായി പറയുന്നു. എന്നിട്ടാണ് നമ്മൾ 16-ലേക്ക് വന്നത്. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. അതൊരു വേറെ സബ്ജക്റ്റാണ്. പക്ഷെ സഭയെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പൗലോസ് റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചു. റോമാസഭ അത് പഠിച്ചു. എന്നിട്ട് നീതിക്ക് ദാസന്മാരായി. കൊരിന്ത് സഭയെ ഉപദേശം പഠിപ്പിച്ചു. അവർ ഉപദേശം പഠിച്ചു. അടുത്ത സഭ ഏതാ? ഗലാത്യ സഭയെ ഉപദേശം പഠിപ്പിച്ചു. ഗലാത്യ സഭ അത് പഠിച്ചു. അടുത്തത് എഫേസ്യ സഭ ഉപദേശം പഠിപ്പിച്ചു. അവരത് പഠിച്ചു. അടുത്ത ഫിലിപ്പിയ സഭയെ ഉപദേശം പഠിപ്പിച്ചു. അവരത് പഠിച്ചു. അടുത്ത കൊലോസ്യ സഭയെ ഉപദേശം പഠിപ്പിച്ചു. കൊലോസ്യ സഭ ഉപദേശം പഠിച്ചു. അടുത്ത തെസ്സലോനിക്ക സഭ അവരെ ഉപദേശം പഠിപ്പിച്ചു. അവരത് പഠിച്ചു. നമ്മളിപ്പോ ഉപദേശം പഠിപ്പിക്കുന്നില്ല. കുറ്റസമ്മതം നടത്താമോ? എന്നോട് പറയണ്ട. ഞാനൊരു പുതുവ ദൈവത്തോട് പറയും. ഞാനൊരു കർത്താവിൻ്റെ ദാസൻ, ഞാനൊരു പാസ്റ്റർ, ഞാനൊരു ശുശ്രൂഷകൻ. ഈ 50 പേരെയും കൊണ്ട് ഒരു ബസ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഈ 50 എണ്ണത്തിൻ്റെ ജീവൻ ആരുടെ കയ്യിരിക്കുക? ഈ ചങ്ങായി ഒന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം തലവത്തിന് ഇവിടെ ഇടപാട് ചീട്ട് കയറിപ്പോയി. മനസ്സിലായില്ലേ? 50 പേരെയും കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു ഡ്രൈവർ, സമർത്ഥനായ ഡ്രൈവറെ പോലെയാണ് ഒരു സഭയുടെ പാസ്റ്റർ എന്ന് ഓർത്തോളാം. പാട്ടൊക്കെ എനിക്കൊരു ഇഷ്ടം. ഞാൻ പാട്ട് പാടുന്ന ആളാണ്. ഞാൻ കരാക്കിട്ട് പാടുന്ന ആളാണ്. എന്നോട് ഒരിക്കൽ ഇവിടെ ആൻറ്റി ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ കൊരട്ടി ചർച്ചിലെ പാട്ടുകാരിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും പാട്ടുകാരനാണെന്ന് പറഞ്ഞു. 2 പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് പാഞ്ഞു പറയാം, അയ്യോ ഇതെന്താ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. പാട്ടൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷേ ഉപദേശം പഠിച്ചനുസരിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ ദാസിമാരുമായി നമ്മൾ ജീവിച്ച് പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച്
തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടേണ്ട ഒരു ഉത്തരവാദിത്വം വചനത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. എല്ലാവരും അത് ശ്രദ്ധയോടെ കേട്ടു. പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ ആസനമാകത്തില്ല. പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നിത്യതയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു രോഗിയെ കെട്ടിയെടുത്തോണ്ട് വരിക. ആരാ? എത്ര പേര് കൊണ്ടുവരുന്നു? 4 പക്ഷപാതക്കാരെ ചുമന്ന്. അപ്പൊ ഇവരുടെ ഉള്ളിലൊക്കെയുള്ള ചിന്ത എന്താ? ഓ, ഇപ്പൊ കർത്താവ് ഇവിടെ ഇന്നത്തെ പാസ്റ്റർമാർ പറയുന്നത് ചുമ്മയാ, സൗഖ്യമൊന്നും ആകുന്നില്ല, കെട്ടിയെടുത്തത് പോലെ എന്നെ കൊണ്ടുപോകാൻ. പിന്നെ ചിലരൊക്കെ സൗഖ്യമാവുന്നുണ്ട്, അതൊന്നും ബൗദ്ധപ്രാള സൗഖ്യം ഞാൻ അതിന് വിശ്വസിക്കുന്നില്ല. കാരണം യേശു കൊടുത്ത സൗഖ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു എന്താ ചെയ്തത്? എന്താ ആ വ്യക്തിയോട് എന്താ പറഞ്ഞു? നമ്മൾ പല പ്രാവശ്യം പഠിച്ച കാര്യങ്ങളല്ലേ. മകനെ, നിന്റെ പാപങ്ങൾ. അപ്പൊ ഈ കൊണ്ടുവന്നവരുടെ ലക്ഷ്യം എന്തായിരുന്നു? 4 പേരുടെ ലക്ഷ്യം. അവരിങ്ങനെ മനസ്സിൽ പറഞ്ഞാണ്, കർത്താവെ, പാപമൊന്നും മോചിക്കാനല്ല കൊണ്ടുവന്നത്, ഇവൻ എങ്ങനെയെങ്കിലും ഈ ചടഞ്ഞു കിടക്കുന്ന അടുപ്പിൽ നിന്ന് നടക്കണം, അതിനുവേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ ഇന്നും പലരും പല സ്ഥലത്തും കൊണ്ടുവന്നിട്ട് നടന്നു പോകുന്നുണ്ട്, സൗഖ്യം പ്രാപിക്കുന്നില്ലെന്നൊക്കെ ഞാൻ പറയുന്നില്ല, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ സംഭവിക്കേണ്ടത് സംഭവിക്കുന്നില്ല. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോൾ അവരാരായിരിക്കും? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇത് വെച്ച് പാപത്തിന്റെ ദാസന്മാരെ, സാത്താന്റെ ദാസന്മാരെ ജീവിക്കുക. അവരെ വെച്ച് ഇങ്ങനെ കൊട്ടി കൊട്ടി പാട്ടൊക്കെ പാടി അവരുടെ ഒത്രാഴ്ചയൊക്കെ വെച്ചിട്ട് നിന്ന് നമ്മളിങ്ങനെ പോവുക. അവസാനം എല്ലാം കൂടി ജോയിപ്പാസ് എന്ന് പറയും, ആത്മഹത്യയല്ല, നരകത്തിലോട്ട് പോകും. കാരണം 3-4 ക്ലാസ്സൊക്കെ ആയില്ലേ, ഇനി ഇച്ചിരി സീരിയസ് ആകണ്ടേ ജോസഫാസിനെ? ഇച്ചിരി സീരിയസ് ആവണം. നമുക്ക് കുറച്ച് പാലൊക്കെ കൊടുത്ത് ഇങ്ങനെ പോരുകയായിരുന്നു. ഇനി ഇച്ചിരി കട്ടിയായിട്ടുള്ളതിലേക്ക് വരണം. അത് വേറെ ഒന്നിനുമല്ല പ്രിയ ദൈവമക്കളെ, നമുക്ക് കർത്താവിൻ്റെ വരവിൽ പോണം. നമുക്ക് സ്വർഗരാജ്യം പ്രാപിക്കണം, നമുക്ക് നിത്യത പ്രാപിക്കണം. നമുക്ക് രോഗസൗഖ്യമല്ല ഇവിടുത്തെ വിഷയം, നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്കുള്ള ക്രമീകരണമല്ല ഇവിടുത്തെ വിഷയം, നമ്മുടെ കടം മാറുന്നതല്ല വിഷയം, നമ്മുടെ കഷ്ടത മാറുന്നതല്ല വിഷയം. അതൊക്കെ ദൈവമക്കൾ കൊണ്ട് അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നത് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന വാക്യമാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച്. അപ്പൊ നമുക്ക് വേണ്ടേ? അപ്പൊ നമ്മളൊക്കെ തികഞ്ഞിരിക്കുക. കാഹളം തൊലിക്കേണ്ടതാ. കാലിന്റെ ഇങ്ങനെ നിൽക്കുക, എല്ലാവരും ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ നിൽക്കുക. കാഹളം തൊലിക്കണം, ആ പോഷൻ കൂടി അങ്ങോട്ട് പോകണം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കണം. പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി നീതി ചെയ്ത് സ്വത്രം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഒരു ദിവസം നമുക്ക് റോമാലേഖനം 6-ാം അധ്യായം തനിച്ച് ക്ലാസ്സായിട്ട് എടുക്കണം. അതിൽ അവസാനം എഴുതിയിരിക്കുന്നത്, പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നിത്യജീവൻ. നിത്യജീവൻ എങ്ങനെ കിട്ടും? വെറുതെ കിട്ടുമോ? പാപത്തിന്റെ ശമ്പളം മരണപ്പെട്ടു. ദൈവത്തിന്റെ കൃപാവരമോ? അപ്പൊ നിത്യജീവൻ കൃപാവരമായിട്ട് തരുന്നതാണ്, നമ്മുടെ സുഹൃതം കൊണ്ടൊന്നും കിട്ടുന്നതല്ല, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടും കിട്ടുന്നില്ല. കർത്താവ് ഫ്രീ ആയിട്ട് തരുന്നതാണ്. പക്ഷെ ഇത് കിട്ടത്തില്ല നമുക്ക്. എന്താ കാര്യം? പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകണം. അപ്പൊ സ്വർഗത്ത് ആര് പോകുമെന്നൊക്കെ നമുക്കിപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഞാനത് തെളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ. വിഷയത്തിലേക്ക് വരാം, ഇവിടുത്തെ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ പറയുന്നത്, പൗലോസ് പറയുന്നത്, ഒന്ന് വായിക്കാം. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും വേഗത്തിന് സമുദ്രം സ്ഥാനം വിട്ട് മോശയോട് ചേർന്നു. ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീയപാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആരാ ഈ തള്ളിയിട്ടത്? തള്ളിയിട്ടത് ആരാന്നേ? അപ്പൊ ദൈവം തള്ളിയിടുന്നതിനാണല്ലേ. ഒരു പഴയ നിയമത്തിലൊരു വാക്യം കൂടെ നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം എന്ന് വായിച്ചത്. നിങ്ങൾ ഈ വാക്യങ്ങളെ കുറിച്ചിരുന്നത്, ഞാൻ ഈ പറയുന്ന വാക്യങ്ങളെ കുറിച്ച് മർമ്മപ്രധാന വാക്യങ്ങളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒന്നുമുള്ള വാക്യം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഓഹോ, മിദ്യാന്റെ കയ്യിൽ മാനസാന്തരപ്പെടാൻ ഞാൻ വാട്ടർമാടി നടന്നുകൊണ്ട് കൊതുവയില്ല. മിദ്യാന്റെ ഏൽപ്പിച്ച് മിദ്യാനിലിട്ട് കുത്താൻ നേരത്തെ എന്ത് ഉള്ളൂ? മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ.
യഹോവ ഒരു മിദ്യാനിടെ ഏൽപ്പിച്ചു. അടുത്ത് മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. അത് ശരി. അടുത്ത് ഇസ്രായേൽ മക്കൾ മിദ്യാനയുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗോപുരങ്ങളും മുഖങ്ങളും ദുർഗങ്ങളും ശരണമാക്കി ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ വീട്ടിൽ കിടക്കാൻ സമയമില്ല, അല്ല ഗുഹയിൽ അവിടെ പോയി കിടക്കാം. കാരണം എന്താ? യഹോവയ്ക്ക് അനിഷ്ടമായി ക്രോസ് വിട്ടാൽ എല്ലാം പോയി. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 26 വായിച്ചല്ലോ നമ്മൾ. മോശയുടെ പ്രമാണം അനുസരിച്ചില്ലേ അവന് ശിക്ഷ, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവനെന്താ? ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവില്ലെന്നേ. കൃപായുഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാതെ നമ്മൾ മുമ്പോട്ട് പോയാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവില്ല. പൗലോസ് പഠിപ്പിച്ചത് എത്ര, ആ പദം വിട്ടുപോയി നമ്മൾ, എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക്. അപ്പൊ നമുക്കല്ലേ അടി കൂടുതൽ? എന്താ അടി കൂടുതൽ? എല്ലാം കാര്യമാണ് ചങ്കിലെ വില കൊടുത്ത് വാങ്ങി, ചങ്കിലെ ചോര കൊണ്ട് വാങ്ങില്ല. വെള്ളിയും പൊന്നും കന്നുകാലിയുടെ രക്തമല്ല. പഴയ നിയമത്തിലെ രക്തം കൊണ്ട് വീണ്ടെടുക്കുന്നത് സ്വത്രം പഴയ മൃഗങ്ങളുടെ രക്തമാണ്, വെള്ളി പൊന്നൊക്കെയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ കർത്താവിന്റെ ദാസന്മാരെ ദാസിമാരെ, നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. കർത്താവിന്റെ നിഷ്കളങ്ക രക്തമാണ്. ആടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തത്താൽ ശുദ്ധീകരണവും വീണ്ടെടുപ്പും ഒക്കെ അവിടെ നടക്കുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർമ്മലമായ രക്തം, നിഷ്കളങ്കമായ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. ഇതാരും പ്രസംഗിക്കത്തില്ല. ഈ വാക്യം നിങ്ങൾ ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം. ഞാനൊരു അതിശോക്തിയായിട്ട് ചോദിക്കുക, കഠിനമേറിയ ശിക്ഷ നമുക്ക് കിട്ടുമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. സോപ്പിട്ടിങ്ങനെ പോവുക. സോപ്പ് സാലൂഷ് ആർമിക്കാരുടെ ഒരു പരിപാടി എന്താ? എല്ലാം അറിയാം. സോപ്പ്, സൂപ്പ്, സാൽവേഷൻ. ഇവിടെ സോപ്പും ഇല്ല, സൂപ്പും ഇല്ല, സാൽവേഷൻ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ പ്രമാണം അനുസരിച്ചാൽ മാത്രമേ ഉള്ളൂ, അത് വ്യവസ്ഥ അനുസരിച്ചാൽ മാത്രമേ ഉള്ളൂ. അവർ മിക്കപേരും പക്ഷേ നമ്മൾ നേരത്തെ വിഭാസയുടെ വായിച്ചല്ലോ, ഇസ്രായേൽ മക്കളെ നടത്തിയത്. ഇപ്പോൾ ഞാൻ ഈ ഷർട്ട് ഇടുന്നു. ഈ ഷർട്ട് ഇന്ന് കഴിഞ്ഞു, നാളെ ഇത് കൊണ്ടൊന്ന് കഴുകിയിട്ട് അടുത്തൊരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ അടുത്ത ഇടാനേ പറ്റത്തുള്ളൂ. പക്ഷെ അവരെത്ര ഷർട്ട് ഇട്ടു എന്ന് പറഞ്ഞു? അവരെത്ര ചെരുപ്പ് മേടിച്ചു? സ്വന്തം. നമ്മൾ എത്ര ഷർട്ട് മേടിച്ചു, അവരെത്ര ഷർട്ട് മേടിച്ചു, നമ്മളെത്ര ചെരുപ്പിട്ടു? ഇതൊക്കെ ആരും ചിന്തിക്കാറൊന്നുമില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, മനോമുഖത്തിലൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ പച്ച ബുദ്ധിയിലൊന്ന് ചിന്തിച്ച് നോക്കിയേ, അല്ലെങ്കിൽ ആത്മാവിലൊന്ന് ചിന്തിച്ച് നോക്കിയേ, അല്ലെങ്കിൽ ആത്മീയമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. സ്വത്രം. അപ്പോൾ അവരെ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം അവരെ നടത്തിയത്. അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവരുടെ ഷർട്ട് ധരിച്ചു പോയില്ല. ഇനി ഒരു വാക്യം അവിടെ ഉണ്ട്, അവരിൽ ഒരു ബലഹീനനുമില്ല. നമുക്ക് ബലഹീനന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ദൈവസഭ. എപ്പോൾ നോക്കിയാലും പാപം ചെയ്യല്, എപ്പോൾ നോക്കിയാലും ഉരുണ്ട് വീഴല്, പിന്നെയും എഴുന്നേക്കല്, പിന്നെയും പാപം ചെയ്യല്. കാരണം ബലഹീന മനുഷ്യനായി പോയി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു മകനായി ഒരു മകളായി ജീവിക്കുന്ന നമ്മൾ അനുദിന ജീവിതത്തിൽ തെറ്റ് വരില്ല, പാപം വരില്ലെന്ന് ഞാൻ പറയത്തില്ല. തെറ്റുകുറ്റങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ വരും. അനുദിനം ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഈ ഷർട്ട് ഞാനിപ്പോൾ ഇടുന്നു, അടുത്ത പ്രോഗ്രാമിൽ ഇടാൻ പറ്റത്തില്ല, ഇതിനെ കഴുകി ശുദ്ധീകരിക്കും എന്നതുപോലെ ക്രിസ്ത്യ ജീവിതത്തിൽ തെറ്റുകൾ കുറ്റങ്ങൾ വരും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ എന്താ എഴുതിയിരിക്കുന്നത് പറയാം. വേദോസം വായിച്ച് ശീലമൊന്നുമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്ന ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞാൽ അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. ഞാൻ ഉദ്ദേശിച്ച വാക്യം അതല്ല. യാക്കോബ് 2:1 നാം പലരും 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം. സോറി ഐ എം വെരി സോറി. 3-ന്റെ അധികം ശിക്ഷാവധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേക ഉപദേശകന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഞാൻ ഉദ്ദേശിച്ച വാക്യം. നമ്മൾ സാമ്പാദത്തിൽ തെറ്റില്ലാത്തതിനാണ് നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് എല്ലാവർക്കും തെറ്റുകളുണ്ട്. പക്ഷെ ആ വരുന്ന തെറ്റുകൾ
കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിൻ്റെ മുൻപിലിരുന്ന് പരിശുദ്ധാത്മാവിലിരുന്ന് പ്രാർത്ഥിച്ച് ആ കുറ്റങ്ങളെ കുറവുകളെ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പരാജയം ഇതിന് കൂട്ടിയിട്ടുണ്ട്. ചില വീട്ടിലൊക്കെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിള്ളേർ വീട് തുണി അടിവത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇട്ട ഡ്രസ്സ് നാളെ കുളിക്കാൻ നേരത്ത് ആദ്യം അങ്ങോട്ട് കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടോ? അതവിടെ മാറ്റിയിട്ടിട്ട് പിന്നെ വേറെ എടുത്തിട്ട് അതവിടെ മാറ്റി അവസാനം ഒരു കണ്ടെയ്നർ തുണിയായിട്ടാണ് ബാത്റൂമിൽ കൊണ്ട് പോകുന്നത്. മറ്റേ കുളിക്കാൻ നേരത്ത് അവിടെ എല്ലാം തുണി. ഞാൻ ഇത് എന്തോ ഇത് എൻ്റെ വീട്ടിലെ കാര്യം, അവർ എന്തോ ഇത് മനുഷ്യ ബാത്റൂമിൽ കയറണ്ടേ? അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ ചെയ്യുക. അതൊരു ഒരു ഉപദേശം, വെള്ളപ്രകാരം ഒരു ഉപദേശം എന്നതുപോലെ ആത്മീകമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ അതാത് സമയങ്ങളിൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം, കൂട്ടിയിട്ടോണ്ടിരിക്കരുത്. സ്വത്രം കൂട്ടിയിട്ടിരുന്നാൽ എന്താ പറ്റും? ഈ ചെയ്ത തെറ്റൊക്കെ ഏതാണെന്നൊക്കെ മറന്നു പോകുന്നു. എന്നാൽ ഈ വാക്സിൻ കുത്തിവെച്ചാൽ പിന്നെ മറവിയുടെ പൂരമായി എല്ലാവരും. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ്. വചനത്തിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലാതെ കർത്താവ് നടത്തുന്നു, പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതുകൊണ്ട് അതാത് സമയങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിലൊരു തെറ്റ് വരുമ്പോൾ, കർത്താവെ ദൈവസേന അന്ന് രാത്രി ഇന്ന് കർത്താവ് ഞാൻ തെറ്റിപ്പോയി, ആ വാക്കിൽ ഇങ്ങനെ തന്നെ പറയും. ഭാര്യയോട് ആ പറഞ്ഞ് ഇച്ചിരി കട്ടിയായിപ്പോയി, കർത്താവിനെ ക്ഷമിക്കും. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിലുള്ള കാര്യങ്ങളാണെന്നേ. നമ്മളൊക്കെ കണ്ട് ഭൂലമൊന്നും പൊട്ടി വിളച്ചോ ആൾക്കാരൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനത്തിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ ഒക്കെ തെറ്റ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരണം പ്രാപിച്ച് മുമ്പോട്ട് പോകണം. മസിൽ പിടിച്ചിരിക്കരുത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പട്ടുപോകാനുള്ള കാരണം എന്താ? അവിടെ ജീവിതത്തിൽ വന്ന തോൽവികളാണ്. ഒരേ ആഹാരം തിന്നവർ, ഒരേ പാനീയം കുടിച്ചവർ, ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തവർ. ഞാൻ സാധാരണ എൻ്റെ പ്രസംഗ ഭാഷ ഇങ്ങനെ പറയാറുണ്ട്. യാത്രയുടെ വേളയിൽ മിരിയാം എന്ത് ചെയ്തു? മ്യൂസിക് നൈറ്റ് നടക്കും. തപ്പൊക്കെ എടുത്ത് നൃത്തം ചെയ്ത്, ഇന്നിപ്പോൾ ഒത്തിരി പേരുണ്ടല്ലോ മ്യൂസിക് നൈറ്റ്, സംഗീത നിശ. ആ പദങ്ങളൊക്കെ നമുക്ക് ചേർന്നതാണോ എന്ന് പുനഃപരിശോധന ചെയ്യണം. സംഗീത നിശയും മ്യൂസിക് നൈറ്റും ഒക്കെ നമുക്കുള്ളതൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു പാട്ട് പാടി. ഏത് പാട്ടാണ് പാടിയ ഭാഷ? അനുഗ്രഹത്തിൽ അങ്ങനെ പാട്ട് പാടി 4 വരിയൊക്കെ പാടി. അതിനോട് കുഴപ്പമൊന്നുമില്ല. ഒന്ന് പാട്ട് പാടി, ഒന്ന് തുടങ്ങി ആദ്യം ഒന്ന് ബുദ്ധി കൊണ്ടൊന്ന് പാട്ട് പാടി തുടങ്ങി, പിന്നെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ പാടി, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ ഈ സംഗീത നിശ്ചയം ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊന്നും പുസ്തകത്തിലില്ലാത്ത കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കും. പുസ്തകത്തിലില്ലാത്തത് പലതും പുതിയ നിയമ സഭയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കും. ഇതിലൊന്നും ദൈവത്തിന് പ്രസാദമില്ല. ഈ ഗ്രൂപ്പെല്ലാം ഈ 5-ാം വാക്യത്തിലേക്ക് പോകും. ദൈവത്തിന് പ്രസാദം ഇല്ലാത്ത ആൾക്കാരായിട്ട് മാറാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവമക്കൾ ജാഗരൂകരായിരിക്കുക. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ ചെയ്തതും പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതും അവർ പറഞ്ഞ ഉപദേശവും അവരുടെ ജീവിത രീതിയും പൗലോസ് എപ്പോഴും പറയുന്നൊരു പദമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം. എല്ലാവരും കുറിക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇന്നത്തെ പാസ്റ്റർമാരെ നമ്മൾ കുറിക്കൊണ്ട് കഴിഞ്ഞാൽ എപ്പോഴും അടി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. സ്തോത്രം. കാരണം ജീവിതം സംശുദ്ധമല്ല, പലരുടെയും ചുമന്ന മഷി വീണവരാണ്. അതുകൊണ്ട് യോഗ്യന്മാരായി വചനമനുസരിച്ച് ജീവിക്കുന്ന ഭക്തന്മാരെ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യാവുള്ളൂ. വീണുപോയവരെ നോക്കരുത്, തോൽവിയടഞ്ഞവരെ നോക്കരുത്. പൗലോസ് പറയുന്നത് വളരെ പക്കയാ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവർ, വചന വ്യവസ്ഥ പ്രകാരം നടക്കുന്നവർ, അവരെ കുറിക്കൊള്ളുവീൻ. അടുത്ത വായിക്കാം. ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വരാം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ദൃഷ്ടാന്തമായി സംഭവിച്ചു. നിങ്ങൾക്ക് തന്ന ആ റോസലിലുണ്ടത്. ആദ്യത്തെ പാപം ദുർമോഹമാണ്. അത് കഴിഞ്ഞ് വിഗ്രഹാരാധനയാണ്. അത് കഴിഞ്ഞ് പരസംഗമാണ്. അത് കഴിഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വെറുതെ. ഈ 5 പാപമാണ് ഇസ്രായേൽ മക്കള് പരാജയപ്പെടാനുള്ള കാരണം. ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് ഈ 5 പാപം പാസ്റ്റർ സാമിലുണ്ടോ, നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്ത് ആ വിഷയത്തിന്മേലൊരു തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ നമ്മൾ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നെങ്കിൽ നമ്മുടെ കൂടി വരവ് ഏറ്റവും അനുഗ്രഹം. നമുക്ക് നിത്യതയിലേക്ക് പോകാനുള്ള ആ ചാലുകൾ ക്ലിയറായി കിടക്കും. ഇന്നലെ മെനഞ്ഞാന്ന് വെച്ചാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പറയാം, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വഴി ഏത് വഴിയാണ്? നിത്യതയിലേക്ക് പോകാനുള്ള വഴി ഏതാണ്?
അല്ല, ഇടുക്കമുള്ള നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും ചെയ്യാറില്ല, പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പൊ പാർലമാരെല്ലാം കൂടി അതിനെ വലിച്ചു നീട്ടി വിശാലമായ വഴിയാക്കി. എങ്ങനെയും പോകാം, എങ്ങനെയും ജീവിക്കാം, എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല, ലോകത്തോട് ഇടകലരാം, ലോകത്തിന്റെ രീതികളൊക്കെ അവലംബിക്കാം, ഒരു കുഴപ്പമില്ല, ലോക മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു അതുപോലെയൊക്കെ നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും അല്ലാത്തവരെല്ലാം കൂടി ചേർന്ന് ഈ വഴിയെ കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുക. ഇന്ന് പലക്കാലം ഞാൻ അങ്ങനെയുള്ളവരോട് പറയുന്നു, മടങ്ങി വരിക ദൈവസന്നിധിയിലേക്ക്. നമുക്ക് തന്നിരിക്കുന്ന ഇടുക്കമുള്ള വഴിയാ, നമുക്ക് തന്നിരിക്കുന്ന ഞെരുക്കമുള്ള വഴിയാ, നമുക്ക് തന്നിരിക്കുന്ന കഷ്ടപ്പാടുകളാ. കഷ്ടപ്പാട് സഹിക്കാൻ കൃപ ലഭിച്ചെന്നാണ് പൗലോസ് പറയുന്നത്. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പൊ സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എങ്കിൽ അത് കഷ്ടതയിലൂടെയല്ലേ വരുന്നെന്നാണ് എൻ്റെ ചോദ്യം. കഷ്ടതയില്ലെങ്കിൽ അത് കിട്ടുമോ? അപ്പൊ പിന്നെ കഷ്ടത ശാപമാണെന്ന് പഠിപ്പിച്ച ശാസിച്ചു കൊടുക്കും. ഇങ്ങോട്ട് കിടന്ന് കുറെ വഴുതലങ്ങയും കുറെ കുമ്പളങ്ങയും എല്ലാം കൂടി കൊണ്ടുവന്ന് വെട്ടി വെച്ചിട്ട് അതേ ശാപം മുറിക്കാൻ പോയതുപോലെ അങ്ങ് വിശ്വസിച്ചോ? പാപങ്ങൾ ഇത് കേട്ട് ഇത് പറയാൻ പോകും. അവസാനം ഇവിടെ ചെന്ന് അവസാനിക്കും. അവസാനം എവിടെ ചെന്ന് അവസാനിക്കും? പറ, നിങ്ങൾ പറ. നരകത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം വചന വ്യവസ്ഥ പ്രകാരം മുൻപോട്ട് പോയില്ലെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് ചെന്ന് പതിക്കും. ദുർമോഹം, അവരുടെ ദുർമോഹം. ദുർമോഹത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന എന്തൊക്കെയാ? അവർ മോഹിച്ചതുപോലെ നമ്മൾ ദുർമോഹികളാകരുത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അടുത്ത ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പുറന്നു. അപ്പൊ മോഹം എവിടെ കൊണ്ടെത്തിച്ചു? മരണത്തിലേക്ക് കൊണ്ടെത്തി. ക്രിസ്തുവേശുവിനുള്ളവർ രാഗമോഹങ്ങളോടുകൂടെ ഒരു പ്രാവശ്യം ഒന്ന് ക്രൂശിച്ചാലൊന്നും കാര്യം നടക്കില്ല പാസ്റ്റർ. ഇതെല്ലാ ദിവസവും ക്രൂശിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ഒന്ന് ക്രൂശിച്ചു, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതിലും വലുതാണ് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോഴും ക്രൂശിക്കണം. ആ ക്രൂശിച്ചു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അത് ചുമ്മാ അങ്ങാണ്ട് പണ്ടാരണം പറഞ്ഞ പോലെ ചുമ്മാ അങ്ങ് പറഞ്ഞിട്ട് പോവുകയല്ല. വരുമ്പോൾ ക്രൂശിക്കണം. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില അന്യായമായ മോഹങ്ങൾ വരും. ഞാൻ ചെയ്യാറുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ പിശാച് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ മോഹം കൊണ്ടുവന്ന് സാത്താനാണ്. അതിൻ്റെ പിന്നിൽ സാത്താൻ നമ്മളെ ടെംപ്റ്റേഷൻ തരിക, നമ്മൾ അങ്ങോട്ട് വശീകരിക്കുക. അവൻ നമ്മുടെ ഹൃദയത്തിൽ ചിന്ത കൊണ്ടിട്ടിട്ട് വശീകരിക്കുക. വശീകരിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ആ മോഹം എന്താണ് മോഹിച്ചതോ അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തീരാൻ സാധാരണ പറയാ, ഒരു ഡ്രസ്സ് കാണുമ്പോൾ നമ്മളങ്ങ് മോഹിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ സ്വത്രം വേറെ എന്തെങ്കിലും ഒരു പൊരുൾ കാണുമ്പോൾ ആരെങ്കിലും കൂട്ടുകാരൊരു സാധനം മേടിച്ചു, ഉടനെ മോഹമായി അത് മേടിക്കും. പണ്ടാരണം പറഞ്ഞ പോലെ ഒരു പാസ്റ്ററുടെ ഭാര്യ, ഒരു പാസ്റ്റർ പ്രസംഗിച്ച കാര്യം, പാസ്റ്ററുടെ ഭാര്യ പറയുക, അച്ഛൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് പറ്റി? അപ്പുറത്ത് അവർ വണ്ടി മേടിച്ചിട്ട് എങ്ങനെയുണ്ട്, ഈ പറഞ്ഞ വണ്ടി കൊണ്ട് കിടക്കണം, അത് പറഞ്ഞ വണ്ടി മേടിക്കാൻ നോക്കും. ഇവിടെ കല്ല് പിടിക്കാൻ വകയില്ല. അപ്പം എന്താ പറയേണ്ടത്? ദൈവം നമുക്കൊരു വണ്ടി തന്നിട്ടുണ്ട്. ഒരവസരം കിട്ടുമ്പോൾ നമുക്ക് വാങ്ങാം. മക്കളൊക്കെ കാശുകാരായി കഴിഞ്ഞ് നമുക്ക് വാങ്ങാം, അതൊരു കുഴപ്പമില്ല. അപ്പം ആ മോഹത്തെ എന്ത് ചെയ്യണം? അവിടെ കടിഞ്ഞാണിടണം. സ്തോത്രം. ഏത് നിലയിലുള്ള മോഹങ്ങൾ വന്നാലും അത് ദൈവഹിതമല്ലെങ്കിൽ എന്ത് പറ്റണം? അതിനെ നമ്മൾ കടിഞ്ഞാണിട്ട് അത് ദൈവഹിതമല്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് നേരത്തെ ഒരു വാക്യം പറഞ്ഞല്ലോ, ക്രിസ്തുവേശുവിനുള്ളവർ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കണം. ക്രൂശിച്ച് ആ മോഹ സ്വഭാവത്തിന്മേൽ എന്ത് ചെയ്യണം? ജയമെടുക്കണം. ഇസ്രായേൽ മക്കളുടെ മോഹത്തെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ പ്രസംഗമൊന്നും തീരത്തില്ല. അവരെന്തൊക്കെ മോഹിച്ചു നമുക്കറിയാമല്ലോ അല്ലേ? നിങ്ങൾ മുമ്പ് കടിച്ച ഭക്ഷണങ്ങൾ, അതിന് പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈറ്റുള്ളി, പറഞ്ഞോ ചിറ്റുള്ളി, ഈറ്റുള്ളി, ഈരുള്ളി, അത് ഇത് മറ്റത് മറിച്ചത്, മന്നയിലല്ലോ മറ്റേ ഇസ്രയേലിൽ വെച്ച് ഞങ്ങൾ ഭക്ഷിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെറുവിറുത്ത് അതൊക്കെ അത് ഇത് ചെയ്തു. ഇവിടെ ദൈവം അത്ഭുതമായി നടത്തുന്ന ഒന്നും അവർ ഓർക്കുന്നില്ല. ആ ദുർമോഹങ്ങൾ. അപ്പൊ ഇസ്രായേൽ മക്കളുടെ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താൻ പറ്റാതെ പോയ പാപത്തിന്റെ ആദ്യ പട്ടിക ദുർമോഹമായിരുന്നു. സ്വത്രം.
അനുസരണക്കേട് ശരി. ഈ ചാപ്റ്ററിൽ ഇപ്പം പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ശരി, വേദോസ്തവത്തിൻ്റെ ലോജിക്കിലാണ് ഞാൻ പറഞ്ഞത്. ഞാനീ പറയുന്ന പ്രവൃത്തി 10 പഠന ചിന്തിക്കുന്നത്. അപ്പോൾ അവർ മോഹിച്ചതുപോലെ നാം ദുർഭോഗികളാകരുതേ. സ്തോത്രം. ഇനി പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇത്. വായിക്കാം. പിതാവായ ദൈവത്തിന്റെ മുന്നറിയിപ്പിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായ വൃദ്ധന്മാരായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്ക് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടമെന്നുമില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിലിപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ മഹിമയെയും മുമ്പുകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളവോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്ര തങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവർ അത് നിങ്ങളെ ഗ്രഹിക്കും. അപ്പൊ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവർ എന്ത് ചെയ്തിരിക്കുന്നു? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ദുർമോഹം വിട്ടുപോകണം, അല്ലെങ്കിൽ അന്യതാപദേശങ്ങൾ വിട്ടുപോകണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിനാൽ അവരെന്ത് ചെയ്തിരിക്കുന്നു? എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയിച്ചിരുന്നു. ആ ഉപദേശം നമ്മൾ വിട്ടുകളഞ്ഞിരിക്കുക. പുതിയ നിയമസഭ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കും. എല്ലാം ഗ്രഹിപ്പിച്ചു തന്നിരിക്കുക. ഈ വചനത്തിലുള്ള എല്ലാ വിഷയങ്ങളും പരിശുദ്ധാത്മാവിൽ നമ്മൾ ഗ്രഹിപ്പിച്ചു തന്നിരിക്കുക. ആ ഗ്രഹിപ്പിച്ചു തന്നിരിക്കുന്ന വിഷയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ പറ്റും? ഈ ദുർമോഹങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകും. ദുർമോഹം മാത്രമല്ല, പല പാപത്തിൻ്റെ പട്ടികൾക്ക് നമ്മൾ അടിമപ്പെടാനിടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ദുർമോഹം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ ദുരന്തം അതാണ്. അവർക്ക് കൊടുത്ത ഭക്ഷണം, ഇസ്രായേലിൽ നിന്ന് അവർ ഭക്ഷിച്ച ഭക്ഷണങ്ങളെ കുറിച്ച് അവർ ഹൃദയത്തിൽ മോഹിച്ചു. അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ധരിച്ചു, അതെല്ലാം കഴിച്ചു. ആ മോഹങ്ങളെല്ലാം അവരെ എന്ത് ചെയ്തു? പുറകോട്ട് ഓടിക്കാനിടയായിത്തീർന്നു. പുതിയ നിയമസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവർ എന്ത് ചെയ്തിരിക്കുന്നു? ഗ്രഹിപ്പിച്ചു തന്നിരിക്കുന്നു. ഈ ഗ്രഹിപ്പിച്ചു തന്നിരിക്കുന്ന വിഷയം നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു അത് ഗ്രഹിക്കണം. അതാ എന്താണ് ഗ്രഹിപ്പിച്ചു തന്നിരിക്കുന്നത്? സ്വർഗം നയിച്ച പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ സുവിശേഷം അറിയിച്ചത്. നമുക്ക് തന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രമാണം പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടാണ്. ക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് തന്നെ ആത്മാവിലാണ്. അവർക്ക് കൊടുത്ത പ്രമാണം വേറെ, നമുക്ക് കൊടുത്ത പ്രമാണം. സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും ഗ്രഹിപ്പിച്ച് തന്നിരിക്കുമ്പോൾ ആ വചനത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ച് ആ ദുർമോഹത്തിൽ നിന്നും ലോകത്തിൻ മോഹത്താലുള്ള നാശത്തിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വിട്ടൊഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകണം. ആ വാക്യം ഒന്നുകൂടി ഞാൻ പറയുന്നു. ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. യാക്കോബ് പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപം എടുത്തിട്ട്
മരണത്തെ തന്നു. അപ്പം മോഹം മുളയിലേ നുള്ളിക്കളയണം. ദൈവഹിതമല്ലാത്ത മോഹങ്ങൾ, സാത്താൻ കൊണ്ടുതരുന്ന മോഹങ്ങൾ, സാത്താൻ കൊണ്ടുവരുന്ന ചിന്തകൾ. കൊലോസ്യ ലേഖനത്തിൽ പഠിക്കുമ്പോൾ ഭൂമിയിലുള്ളതെല്ലാം ഉയരത്തുള്ളതിനെ ചിന്തിപ്പിക്കും. സ്തോത്രം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തോടുകൂടി മറഞ്ഞിരിക്കുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ആര് തേജസ്സിൽ വെളിപ്പെടുത്തണം? ഉയരത്തിലുള്ളത് ചിന്തിച്ച് ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സ്വർഗ്ഗം നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചു. സുവിശേഷത്തിന് 2 ഭാഗമുണ്ട്. കോമൺ സാൽവേഷൻ, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. സുവിശേഷത്തിന്റെ 2-ാം ഭാഗം, രക്ഷിക്കപ്പെട്ട വന്ന വ്യക്തി ദൈവസഭയിൽ വന്ന് ഉപദേശം പഠിച്ചനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ പാവത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി, ദൈവത്തിൻ്റെ ദാസന്മാരായി ദാസിമാരായി ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട ഉപദേശം. ഇതെല്ലാം നമ്മൾ ആഴത്തിൽ പഠിച്ചില്ലെങ്കിൽ ഈ ദുർമോഹങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തി കളയും. സ്തോത്രം. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. സ്തോത്രം. ഓക്കെ, നേരത്തെ പറഞ്ഞായിരുന്നു പാസ് പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അടുത്ത ആഴ്ച കാണാം. അടുത്ത സ്തോത്രം, നമ്മൾ വിഗ്രഹാരാധികളാകരുത് എന്നുള്ള വിഷയം. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ, അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. എങ്ങനെയാണ് വിഗ്രഹാരാധന? പുതിയ നിയമസഭയിലെ വിഗ്രഹാരാധന എന്താണ്? ഈ ദൂതാരാധന എന്നുള്ളൊരു സംഭവം പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. കൊലോസ്യ ലേഖനം 2:18 വായിക്കാം. കൊലോസ്യ ലേഖനം 2:18 എത്ര പെട്ടെന്ന് വായിച്ചു. ജോബ് പാസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വായിക്കും. മതി. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും, ഈ ദൂതന്മാരെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അല്ല? സഭയുടെ ശുശ്രൂഷകന്മാർ ദൂതന്മാരാ. പഴയ നിയമത്തിലും അങ്ങനെ പഠിപ്പിക്കുന്നു, പുതിയ നിയമത്തിലും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പാസാരാധന, കൊടികുത്തി വാഴുക. ഞങ്ങൾക്ക് ഇന്ന ഭാഷ പ്രസംഗിച്ചാലേ ഞങ്ങൾ കേൾക്കൂ. എനിക്കറിയാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കൂട്ടരുണ്ട്, ഞാൻ പേരും പ്രസ്ഥാനമൊന്നും പറയുന്നില്ല. ഒരു മീറ്റിങ്ങിന് ഒരു പോകത്തില്ല. അവരുടെ പാസ് അവരുടെ ഗ്യാങ്ങിൽപ്പെട്ടവർ പ്രസംഗിക്കുമ്പോൾ അവർ പറ്റാത്ത പ്രസംഗങ്ങൾ, ദൂതാരാധന. അവരുടെ ഭാഷയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിറ്ററസിയിൽ ഒരു 8ന്റെ ഭൂകമ്പം അവിടെ നടക്കില്ല മിക്കവാറും. സ്തോത്രം. അത് ദൂതാരാധനയാണ്. വ്യക്തികളെ ആരാധിക്കരുത്. റോമാലേഖനം നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് ഞാനവിടെ ഒരു വലിയ സബ്ജക്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. സ്തോത്രം. മനുഷ്യാരാധന എങ്ങനെ വന്നു എന്നുള്ളത് റോമാലേഖനം 1-ാം അധ്യായത്തിൽ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി മനുഷ്യരെ ആരാധിക്കാൻ തുടങ്ങി. ആരാധന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ലൂക്കോസിന്റെ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ മുടിക്കുന്ന ദൈവമാത്മാവാകുന്നു. അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പിതാവിനെ നമസ്കരിക്കും, ഇങ്ങനെ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കണം, പിതാവിനെ നമസ്കരിക്കണം, ദൂതന്മാരെ നമസ്കരിക്കരുത്. മനുഷ്യ സഭകളിലുള്ള ദൂതന്മാരല്ല പാസ്റ്റർമാരെ ദൂതന്മാരായിട്ട് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഇതാ ലോക മനുഷ്യരുടെ ആരാധന ആർക്ക് പോയി? വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയപ്പോൾ ആർക്ക് പോയി ആരാധന? പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇത് നിസ്സാരമായിട്ട് കാണരുത്. ദൂതാരാധന ഒരു പാസ്റ്ററേയും ആരും ആരാധിക്കും. പാസ്റ്റർമാർ വിഗ്രഹങ്ങളാണ് ചിലത്. ഇപ്പം ഞാനിവിടെ ആദ്യമേ ഞാൻ പറഞ്ഞു, ഞാൻ പൗലോസ് പറയുന്ന കാര്യങ്ങൾ എടുത്ത് പറയാൻ അല്ലേ. പൗലോസിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചല്ലേ. എന്താ പൗലോസ് ആരായിരുന്നു? ചാവില്ല, ഓൾ ഔട്ട് ഓഫ് ഡ്യൂട്ടി. പൗലോസ് ആരുമല്ല, താൻ സ്വയം വെളിപ്പെടുത്തിയത് ആരാ? പൗലോസ് തന്നെ സ്വയമായിട്ട് വെളിപ്പെടുത്തിയ വാക്യം എവിടെ കിടക്കുന്നത്? 15-ാം അധ്യായത്തിൽ, ഞാനാകുന്നത് കൃപയാലാകുന്നത്. ഈ പക്ഷം പിടിച്ച് വഴക്കുണ്ടാക്കിയവരെ പൗലോസ് ശാസിച്ചിട്ട് ഇങ്ങനെ പറയുന്നൊരു ഭാഗമുണ്ട്. പൗലോസ് ആര്? അപ്പൊല്ലോസ് ആര്? അടുത്ത പറഞ്ഞേ.
പൗലോസ് നട്ടു, അപ്പൊല്ലോസ് അടുത്ത വളർന്നുമാറാക്കി. പിന്നെ അടുത്ത ഇത് വാക്യം അറിയത്തില്ലേ? ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ പറഞ്ഞേ നടുന്നവനും നനയ്ക്കുന്നവനും ദൂതാരാധന. ഞാനിവിടെ നിൽക്കുന്നത് ഈ വചനത്തിന്റെ വെളിപ്പാട് പൗലോസ് പറഞ്ഞെടുത്ത് പറഞ്ഞു തരാൻ നിൽക്കുക. അല്ല, എനിക്കെൻ്റെതായ ഒന്നും പറയാനില്ല. എനിക്കെൻ്റെതായിട്ടൊന്നും പറയാനില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ തിരുവെഴുത്തുകളിരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ ഏറ്റെടുത്ത് ജനത്തിന് കൊടുക്കുന്നു എന്നുള്ളൊരു കവിഞ്ഞ് നമ്മളാരുമല്ല. പൗലൂസാണ് പറഞ്ഞത്. പൗലൂസാർ, അപ്പല്ലോസാർ. അപ്പോഴാണ് ഇവിടെ ഓരോരുത്തർ പറഞ്ഞത് ഞാൻ റവറൻഡ്, ഞാൻ ഡോക്ടർ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ദൂതാരാധന. അതാ ഇവിടെ പറയുന്നത്. സ്തോത്രം. വിഗ്രഹാരാധികൾ ആകരുത്, ദൂതന്മാരെ ആരാധിക്കരുത്, വിഗ്രഹത്തെ ആരാധിക്കരുത്. ദൂതന്മാരെ ആരാധിക്കുന്നതിലും കൊലോസ്യർ 2:15 എന്താ ഇരിക്കുന്നത്? ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ചു. അത് സുഖമാത്. ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ സെൻറ്റർ, ഞങ്ങളുടെ ലോക്കൽ, ഞങ്ങളുടെ പ്രസിഡന്റ്, ഞങ്ങളുടെ ഈ പറഞ്ഞ് എന്താ പറ്റുമെന്നൊരു അവസാനം എല്ലാത്തിനും സാത്താൻ കയറി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ അല്ലാതെ മറ്റാരെയും നമ്മൾ പ്രാധാന്യം കൊടുത്ത് കാണരുതെന്ന് ഞാൻ വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അടുത്ത വാക്യം വായിക്കാം. സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അത്യാഗ്രഹം, വിഗ്രഹാരാധന. ഈ മരിപ്പിപ്പിനെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കൊന്നത്. നമ്മളങ്ങോട്ട് കൊല്ലാനാണ് പറയുന്നത്. ആ സ്വഭാവത്തെ അടിച്ചമർത്തുക. അതാണ് കറക്റ്റ്. അപ്പൊ വരും അടിച്ചമർത്തുക, പിന്നെയും വരും, പിന്നെ അടിക്കുക. ചാകുന്നവരും ചെയ്യേണ്ടേ പറ്റും. ആ സ്വഭാവത്തെ മാറ്റിക്കളയുക. നമ്മളിപ്പോൾ ചെയ്യണത് എന്താ? അതിനിപ്പോൾ കൊച്ചിന് പാല് കൊടുക്കുന്നില്ല, അങ്ങ് പാല് കൊടുക്കുക. ഇത് കയറി അങ്ങ് വളർന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ മോഹം ഗർഭം ധരിച്ച് ഭാവം മുഴുത്ത് മരണം പെറുന്നവരെയും, അതായത് മരണം പെറുക എന്ന് പറഞ്ഞാൽ ആത്മീക മരണം സംഭവിക്കുന്നവരെയും ആ പാവം വെച്ചുകൊണ്ടിരിക്കും. പാടില്ല. സ്വത്രം. വിഗ്രഹാരാധന വലിയ പാപമാണ്. നമ്മളാരും അത് ചെയ്യുന്നില്ല. പക്ഷെ ഈ പാപം നമ്മളിൽ ചെയ്യുന്നുണ്ട് പലരും. നമ്മളറിയാതെ നമ്മൾ ദൂതാരാധന ചെയ്യുന്നവരാണ് പലരും. സ്വത്രം. വിഗ്രഹാരാധന, അത്യാഗ്രഹം നമ്മളിലുണ്ട്. അത്യാഗ്രഹം നമുക്ക് പാടില്ല. പൗലോസ് എന്താ പറയുന്നത്? ദാമ്പത്യ വിഷയത്തെക്കുറിച്ച് ഉള്ളത് കൊണ്ട് മനസ്സില്ല ഇപ്പോൾ നമുക്ക് തൃപ്തിപ്പെടാൻ. എങ്ങനെയെങ്കിലും അത് വർദ്ധിപ്പിക്കണം. ഈ വർദ്ധിപ്പിക്കും തോറും പ്രശ്നം കൂടുകയല്ലാതെ കുറയത്തില്ല. ദൈവമക്കളെ, ഈ ലഗേജ് കുറഞ്ഞിരുന്ന യാത്ര സുഖമാണ്. സ്വത്രം. ലഗേജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇതെടുക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് കയറി പോകാം. ഇടുക്ക് വഴിയിലൂടെ പോകാൻ നിർത്തി എല്ലാവരും ആരും പണ്ട് ക്യാപ്റ്റൻ പോലെ വാസ് പറയുമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇച്ചിരി വഴിയുള്ള വഴിയാണ്. പുള്ളിയുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. എല്ലാവരും വാരി പിടിച്ചിരിക്കുക. ഇതെല്ലാം ത്രോ ചെയ്ത് കളയാതെ, എറിഞ്ഞ് കളയാതെ ഇതിലെ കൂടി പോകാനായിട്ട് ഈ പറ്റത്തില്ല. പുള്ളിക്ക് ഇതിലെ പോവുകയും വേണം, ഇതെല്ലാം കൊണ്ടുപോവുകയും വേണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മോഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിഗ്രഹാരാധനകളും എല്ലാം ഇട്ടിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് മാത്രമേ ഈ ഇടുക്ക് വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്ത് ആ ബയൂല നേരത്ത് ചെന്നെത്താൻ പറ്റത്തുള്ളൂ. പാസ് എന്താ ഈ പറയണത്? ഞങ്ങളുടെ പാസ് കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചപ്പോൾ പറഞ്ഞ് ബയൂല ദേശത്ത് പോയെന്നും പറഞ്ഞാൽ ഇവിടെ അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കും. അത് ആരെങ്കിലും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യുന്നത്? വിമർശനമല്ല, നമുക്കൊന്ന് പഠിക്കാൻ പോകും. ഒരു മരണം നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിലെഴുതുന്നത്? ഇന്ന നിത്യതയിൽ. ആ വാക്യം കൂടെ കൂട്ടിച്ചേർക്കും. ഈ വാക്യം ഈ മരിച്ച പുള്ളി കേട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. അതാണ് അതിലും വിചിത്രം. നല്ലപോർ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം. ആ വാക്യം ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ പുള്ളിയെക്കുറിച്ച് എഴുതി എൻ്റെ അമ്മ രക്ഷിക്കപ്പെടാതെ മരിച്ച CC-കാരിയായിരുന്നു. ഒരു നോർമൽ ഭക്തിയാണ് നമ്മളെ ജോസഫ് ദാസിനൊക്കെ. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അനിയൻ പറയാം, നല്ലപോലെ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതി വെക്കരുത്. ആ വാക്യം അമ്മയ്ക്ക് അറിയത്ത് പോലും. ഇതൊക്കെ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ മാറിയിരിക്കുക. കാരണം എന്താ? അമ്മയോടുള്ള ഒരു ആരാധന, ഒരു വിഗ്രഹാരാധന. സ്തോത്രം. അവരോടുള്ള ഒരു അനുകമ്പ, ഒരു ആരാധനയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊന്നും നമുക്ക് പാടില്ല. സ്തോത്രം.
ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാനോ പ്രശംസിച്ച് പറയാനോ നമുക്ക് പാടില്ല. അത് തെറ്റാണ്. അടുത്ത വാക്യത്തിലേക്ക് വരാം, സമയം മുമ്പോട്ട് പോവുക. സ്തോത്രം.